ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ സാധാരണ കാഴ്ചയാണ്. വന്യമൃഗങ്ങളുടെ ശല്യമില്ല, മഴയും വെയിലും പ്രശ്നമല്ല. കൃത്യമായ പരിചരണമുണ്ടെങ്കിൽ ആർക്കും തുടങ്ങാവുന്ന കൂൺ കൃഷി ഇന്ന് ഈ നാടിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിമറിച്ചിരിക്കുകയാണ്. കൂൺ കൃഷിയിൽ വ്യത്യസ്തമായ പല രീതികളും പരീക്ഷിക്കാം. കടുത്തുരുത്തിയിലെ വീടുകളിൽ വൈക്കോൽ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂൺ ബെഡുകളാണ് കൂടുതലും. ബ്ലീച്ചിങ് പൗഡറും വൈക്കോലും പ്ലാസ്റ്റിക് കവറിൽ ബാഗ് രീതിയിലാക്കി കൂൺ ബെഡുകൾ തയ്യാറാക്കുന്നു. അതിനുശേഷം അതിൽ വിത്ത് വിതറുന്നു. നേരിട്ടുള്ള വെയിൽ ഒഴിവാക്കാൻ അടച്ചിട്ട മുറിയിലാണ് കൃഷി. വായുസഞ്ചാരം ഉറപ്പാക്കുന്നതിന് എക്സോസ്റ്റ് ഫാനുകളുടെ സഹായം തേടുന്നു. മുറിയുടെ താപനില കുറയ്ക്കാനും അന്തരീക്ഷത്തിലെ തണുപ്പ് ഉറപ്പാക്കാനും ചുവരിലും തറയിലും വെള്ളം സ്പ്രേ ചെയ്യുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിലുള്ളതാണല്ലോ. അപ്പോൾ അതിൽ 20 ബ്ലോക്കുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യം എല്ലാ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത് കടുത്തുരുത്തി കൂൺ ഗ്രാമമാണ്. മുറിയിൽ നിരനിരയായി തൂക്കിയിട്ടിരിക്കുന്ന കൂൺ ബെഡുകളിൽ ഏകദേശം 15 ദിവസത്തിനുള്ളിൽ പൂപ്പൽ നിറയും. 2-3 ദിവസത്തിന് ശേഷം കവറുകളിൽ മുട്ടുകൾ വളരാൻ തുടങ്ങും. പുറത്തേക്ക് മുട്ടുകൾ വളരാൻ കവറിൽ ചെറിയ ദ്വാരമിട്ട് കൊടുക്കും. 2-3 ദിവസത്തിന് ശേഷം കൂണുകൾ പൂർണ്ണമായി വളർന്ന് വിളവെടുപ്പിന് ഭാഗമാകും. ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം 10-12 ദിവസത്തെ ഇടവേളയിൽ 3-4 തവണ കൂടി കൂണുകൾ ലഭിക്കും. വിളവെടുക്കുന്ന കൂണുകൾ കൃത്യമായി പാക്ക് ചെയ്ത് കർഷകർ നേരിട്ട് തന്നെ കടകളിലേക്ക് എത്തിക്കും. മണ്ണും മഴവുമില്ലാതെ വീടിൻ്റെ ഉമ്മറത്തോ മുറിക്കുള്ളിലോ ഒരു ചെറിയ ഇടമുണ്ടെങ്കിൽ ആർക്കും 100 മേനി കൊയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് കടുത്തുരുത്തിയിലെ ഈ കൂൺഗ്രാമം. വിത്തുൽപാദനം മുതൽ വിളവെടുപ്പ് വരെ നീളുന്ന ഈ ശാസ്ത്രീയ കൃഷിരീതി കേരളത്തിലെ കാർഷിക ഭൂപടത്തിൽ കടുത്തുരുത്തിക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു. മാസ്കോ ന്യൂസിനായി അലക്സ്, വിമൽ, ഏബൽ, പാർവതി.